ഭാരതം ചുമപ്പ് ഭീകരതയുടെ പിടിയിൽ നിന്നും മുക്തമാകാൻ ഇനി വെറും ഒരു മാസം മാത്രമാണ് ശേഷിക്കുന്നത്. മാർച്ച് 31 കൂടി തന്നെ അമിത്ഷായുടെ പ്രഖ്യാപനം വിജയത്തിലേക്ക് എത്തുമെന്നതിലും സംശയമില്ല. കാരണം ദിനം പ്രതി ഇപ്പോൾ ഭീകരരാകട്ടെ ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് കീഴടങ്ങി തന്നെ അവർ എത്തുന്നു എന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം പോലും തലയ്ക്ക് ലക്ഷങ്ങൾ ഇനാം പ്രഖ്യാപിച്ച ഭീകരൻ ഉൾപ്പെടെ തന്നെ 4 പേർ കീഴടങ്ങിയതായി തന്നെ വാർത്തകൾ സൂചിപ്പിക്കുന്നു. മാർച്ച് 31 തന്നെ രാജ്യത്തെ നക്സൽ മുക്തമാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു കീഴടങ്ങൽ നടക്കുന്നത്. മാത്രമല്ല നിരവധി മാവോയിസ്റ്റ് ഭീകരർ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള നക്സലൈറ്റുകളുടെ ഒരു മുൻനിര നേതാക്കളിൽ ഒരാളായ ദേവ്ജി എന്ന ഒരു ട്രിപ്പി തിരുപതി, അതേപോലെ തന്നെ സംഗ്രാം എന്ന മല്ലാരാജി റെഡ്ഡി, അവരുടെ മറ്റ് 2 മുതിർന്ന കൂട്ടാളികൾ എന്നിവരാണിപ്പോൾ തെലങ്കാന പോലീസ് DGPക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നതായുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 21 വൈകുന്നേരം ദേവ്ജിയും അതുപോലെ തന്നെ സംഗ്രാമും തെലങ്കാന പോലീസുമായി തന്നെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ചൊവ്വാഴ്ച ദിവസം, അതായത് കഴിഞ്ഞ ദിവസം അവരുടെ ഔദ്യോഗിക കീഴടങ്ങൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതിനോടകം തന്നെ വരും ദിവസങ്ങളിൽ 50 നക്സലൈറ്റുകൾ കൂടി കീഴടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ പുറത്തു വരുന്നത്. ഏറ്റുമുട്ടൽ നേരിടുന്നതിന് പകരം തന്നെ കീഴടങ്ങാൻ തയ്യാറായ ഈ നക്സലൈറ്റ് സംഘവുമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും. ദേവ്ജി, സംഗ്രാം എന്നിവരെ കൂടാതെ തന്നെ ദാമോദരൻ എന്ന ജഗൻ, അതേപോലെ തന്നെ ബഡേ ചക്കേ റാവു, അതുപോലെ തന്നെ നരസിംഹ എന്ന നൂനെ നരസിംഹ റെഡ്ഡി എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയതായി തന്നെ തെലങ്കാന പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ദേവ്ജിയെ ഇതിനു മുൻപ് ഒരിക്കലും പിടികൂടാനായിട്ടില്ല എന്നും, എന്നാൽ ഇപ്പോൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങാൻ സന്മനസ്സോടുകൂടി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇയാളാകട്ടെ 44 വർഷമായി തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ദേവ്ജി ആകട്ടെ നക്സലുകളുടെ, അതായത് ഈ നക്സലൈറ്റുകളുടെ ഉന്നത കമാൻഡർമാരായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പോലും ദേവ്ജി ആകട്ടെ CPI മാവോയിസ്റ്റ് സെക്രട്ടറി ആയി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. എന്നിരുന്നാൽ പോലും ഈ യോഗം ഒരിക്കൽ പോലും നടന്നിട്ടില്ല എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം നക്സലൈറ്റുകളുടെ ഉന്നത കമാൻഡറായി തന്നെ തുടരുകയും, എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആയുധം താഴെ വെച്ച് മുഖ്യധാരാ സമൂഹത്തിലേക്ക് മടങ്ങി എത്തിയതിനു ശേഷം 4 നക്സലൈറ്റുകൾക്കൊപ്പം ഇവിടെ ദേവ്ജി ആകട്ടെ എത്തിയതെന്നും ഇവിടെ എടുത്ത് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ DGP ആയി തന്നെ ഇവർ കൂടിക്കാഴ്ച നടത്തിയതായും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല തൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാലാണ് താൻ കീഴടങ്ങിയതെന്നാണ് ഇപ്പോൾ ദേവ്ജി പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നത്. ഒളിവിലുള്ള ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ തീരുമാനിച്ചതായും, കൂടാതെ തന്നെ നിയമചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അദ്ദേഹം ഇനിയും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ജീവിതവുമായി തന്നെ ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ദേവ്ജി ഇതിനായി തന്നെ പ്രതികരണം നടത്തിയിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.